അപ്പോൾ നമുക്കൊരു ഗുസ്തി കാഴ്ച കാണിച്ചു തരാം. ഗാട്ടാ ഗുസ്തിയുടെ പാരമ്പര്യം നെഞ്ചേറ്റുന്ന കൊച്ചിക്കാരുടെ മനം കവർന്ന് ഒരു ഗുസ്തി മത്സരം. ഫോർട്ട് കൊച്ചി കടപ്പുറമായിരുന്നു വേദി. CPIMന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗുസ്തിക്കാർ പങ്കെടുത്തു. CPIMന്റെ സമ്മേളന കാലത്ത് എല്ലായിടത്തും കായിക കലാമത്സരങ്ങൾ നടത്തുന്നുണ്ട്. ഫോർട്ട് കൊച്ചിക്കിണങ്ങുന്ന മത്സരം ഗാട്ടാ ഗുസ്തി തന്നെ എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ലായിരുന്നു. പാർട്ടി എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ഏരിയകളിലും ഓരോ മത്സരം നടക്കുന്നുണ്ട്. കൊച്ചിക്ക് തന്നത് ഗാട്ടാ ഗുസ്തി മത്സരമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഓൾ കേരള അടിസ്ഥാനത്തിലുള്ള ഗാട്ടാ ഗുസ്തി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ഗാട്ടാ ഗുസ്തിയുടെ ആശാന്മാരിൽ പ്രമുഖനായ മിന്നൽ ജോർജിന്റെ വിരമിക്കലിന് കൂടി ഫോർട്ട് കൊച്ചിയിലെ ഗോദ സാക്ഷിയായി. റിട്ടയർഡ് ആണെങ്കിലും എനിക്ക് മാറിയേക്കാൻ പറ്റില്ല. ഇതിനോട് അനുബന്ധിച്ച് വരുന്ന കുട്ടികൾ വളരെ സമർത്ഥന്മാരാണ്. അവരെ റെഡിയാക്കിയെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാനും ആസ്വദിക്കാനും എത്തിയത്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും മത്സരങ്ങളുണ്ടായി. സൂപ്പറാണ്. എൻ്റെ അപ്പച്ചൻ ഗുസ്തിക്കാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ കാണാൻ വന്നതാണ്. വർഷങ്ങളായി ഞാൻ കണ്ടിട്ട്. ആവേശകരമാണ്. പഴയ ഗുസ്തിയും കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് I've never seen wrestling before. This is excellent. This is so good. Yeah. വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കത് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന പാർട്ടിക്ക് അഭിനന്ദനങ്ങൾ. പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും കൂടിച്ചേരൽ കൂടിയായി ഗാട്ടാ ഗുസ്തി വേദി. ഗാട്ടാ ഗുസ്തിയുടെ നല്ല നാളുകൾ തിരികെ പിടിക്കുവാനുള്ള കൊച്ചിക്കാരുടെ അടങ്ങാത്ത അഭിനിവേശമാണ് ഇത്തരത്തിലുള്ള ഓരോ മത്സരവും. നമുക്കും വിശ്വസിക്കാം, ഗാട്ടാ ഗുസ്തിയുടെ സുവർണ്ണ നാളുകൾ തിരികെ വരുമെന്ന് തന്നെ. MD അധീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. എന്തായാലും കൊള്ളാം. ഫോർട്ട് കൊച്ചിയിൽ നല്ല ഭംഗിയുള്ള മത്സരമായിരുന്നു അത്. എന്താ എനർജി! വനിതാ താരങ്ങളൊക്കെ ആടിച്ച് മാലത്തി കളഞ്ഞു. അത് മാത്രമല്ല, ഫോർട്ട് കൊച്ചിയിലെ ഒരു പ്രത്യേകത അതാ, എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരുപാട് പേര് അങ്ങനെ കൂടും, ടൂറിസ്റ്റുകളും ഒരുപാട് എത്തുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് അവർക്കും അതേറെ കൗതുകമുള്ള ഒരു കാഴ്ചയാവാനാണ് സാധ്യത.